What's up guys? Welcome back to our channel. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോവർ പോസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ഹിഞ്ച് ആയിട്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ വർക്കൗട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൗണ്ടഡ് ഷോൾഡർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയായിരിക്കും നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റൗണ്ടഡ് ഷോൾഡറിനെ ആ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ ക്രോസ് സിൻഡ്രോത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പർ ക്രോസ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ പറയുന്ന ഷോൾഡർ റൗണ്ടർ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കിൽ ഒരു ഹിഞ്ചുള്ളതായിട്ട് നമുക്ക് തോന്നും. ബാക്കിലായിട്ട് അപ്പർ ബാക്കിലായിട്ട് നമുക്കൊരു കൂനുള്ളവരൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേയധികം വർക്കൗട്ടുകൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഷോൾഡർ മസിൽസും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ചെസ്റ്റ് മസിൽസും ടൈറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ടൈറ്റ്നെസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയാണ്, അതിന് വേണ്ടിയുള്ള സ്ട്രെച്ച് വർക്കൗട്ടുകളും സ്ട്രെങ്തൻ വർക്കൗട്ടുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു പ്രോബ്ലത്തെ അവോയ്ഡ് ചെയ്യാവുന്നത്. അപ്പോൾ ചെസ്റ്റ് മസിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഈ പറയുന്ന പെക്ടറാലിസ് മേജറും പെക്ടറാലിസ് മൈനറും കൂടെ കൂടുന്നതാണ് നമ്മുടെ ചെസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോൾഡറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ട്രെച്ച് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവേറ്റർ സ്കാപ്പുലയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലെവേറ്റർ സ്കാപ്പുല എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഒരു മസിൽസ് ആണ്. ഈ പറയുന്ന രണ്ട് ചെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ലെവേറ്റർ സ്കാപ്പുലയുടെയും എല്ലാം ഫിഗർ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ ലെവേറ്റർ സ്കാപ്പുലയുടെ അവിടുത്തെയുള്ള ആ ഒരു ടൈറ്റ്നെസ് അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈ റൗണ്ടർ ഷോൾഡർ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലെവേറ്റർ സ്കാപ്പുല എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? സ്കാപ്പുല എന്താണ്? സ്കാപ്പുല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഷോൾഡർ ബ്ലേഡ് ഉണ്ടല്ലോ, നമ്മൾ ബാക്കിൽ കാണുന്നത്, അതിൻ്റെ ഫിഗർ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ പറയുന്ന ഷോൾഡർ ബ്ലേഡിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റിന് സഹായിക്കുന്നതാണ് ഈ പറയുന്ന ലെവേറ്റർ സ്കാപ്പുല. അതാണ് മെയിൻ ആയിട്ട് ലെവേറ്റർ സ്കാപ്പുലയുടെ ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു അവിടെ ഉണ്ടാകുന്ന ആ ലെവേറ്റർ സ്കാപ്പുലയുടെ അവിടെ ഉണ്ടാകുന്ന ടൈറ്റ്നെസ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ ചെസ്റ്റിന്റെ പെക്ടറാലിസ് മേജർ പെക്ടറാലിസ് മൈനർ ഇതിന്റെ രണ്ടിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെച്ചും കൂടെ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കുകയാണ്, അവിടുത്തെ ടൈറ്റ്നെസ് ഒക്കെ ഒന്ന് കുറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഈ പറയുന്ന റൗണ്ടർ ഷോൾഡറിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ചിലർ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ടും അതുപോലെ തന്നെ ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ 24 മണിക്കൂർ മൊബൈൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ റൗണ്ടർ ഷോൾഡേഴ്സ് മെയിനായിട്ടും പലരും വർക്കിങ്ങിൻ്റെ സ്ട്രെസ്സും കൊണ്ടാണ്. വർക്ക് സ്ട്രെസ് നമുക്കറിയാം, നമ്മൾ കൂടുതലും ഭൂരിഭാഗം പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ലാപ്ടോപ്പിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലൊക്കെ ആയിരിക്കും കൂടുതലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ ഷോൾഡർ റൗണ്ടർ ഷോൾഡർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ബാക്ക് ശരിക്കും നമുക്ക് നല്ലൊരു ബാക്കിലോട്ട് നമ്മുടെ ഈ ഷോൾഡർ ബ്ലേഡ്സ് ഒക്കെ ശരിക്കും ബാക്കിലോട്ട് കൊണ്ടുവരാവുന്ന രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കിടിലം വർക്കൗട്ടുകൾ നമ്മൾ പറയാൻ പറ്റും. അപ്പോൾ ഇനി അതെല്ലാം ആടിക്കേണ്ട നേരം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാറ്ററൽ നെക്ക് ഫ്ലെക്ഷൻ സ്ട്രെച്ച് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇപ്പം നമ്മുടെ ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു നെക്കിലെ ആ മസിൽസ് ആണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. റൈറ്റ് ഹാൻഡ് എടുക്കുക, നമ്മുടെ ഹെഡിൽ പിടിക്കുക. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന ഒരു ഏകദേശം ഒരു 90 ഡിഗ്രിയിലായിരിക്കും നമ്മുടെ കൈ വരുന്നത്. എന്നിട്ട് താഴത്തോട്ട് ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ മെല്ലെ പതുക്കെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് മൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള നെക്കിലെ മസിൽസ് ആയിരിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെച്ച് ആകുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് കൂടുതലായിട്ട് ആക്ടിവേഷൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അത്യാവശ്യത്തിന് ഒരു 20 to 30 സെക്കൻഡ്സ് ഒക്കെ നമ്മൾ ചെയ്തതിന് ശേഷം അടുത്ത സൈഡിലോട്ട് പോകുക. അതായത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മുടെ നെക്കിനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലുള്ള നെക്കിലെ ആ ഒരു മസിൽസിനായിരിക്കും ആക്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ സൈഡിലോട്ട് നമ്മൾ ഏകദേശം 20 to 30 സെക്കൻഡ്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും ചെയ്ത് കഴിയുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ രണ്ട് സൈഡിലോട്ടും നല്ല കറക്റ്റായിട്ടുള്ള ആക്ടിവേഷൻ പോകുന്നതാണ്. 2 സെറ്റ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ദിവസം വേണമെങ്കിൽ രാവിലെയും വൈകുന്നേരം നിങ്ങൾക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ മാത്രം നിങ്ങൾ ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് നമ്മുടെ ഈ പറയുന്ന നെക്കിന് വേണ്ടി നമ്മുടെ ഷോൾഡറിലെ ആ ഒരു മസിൽസിലോട്ടൊക്കെയാണ് കൂടുതൽ ആക്ടിവേഷൻ പോകുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് മസിൽസിന് വേണ്ടിയുള്ള ഒരു വർക്കൗട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ചെസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു വർക്കൗട്ടിന്റെ പേരും ഏകദേശം അതുപോലെ തന്നെ ചെസ്റ്റ് ഡോർവേ സ്ട്രെച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേര് പറയുന്നതുകൊണ്ട് തന്നെ ഒരു ഡോർവേയുടെ ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇവിടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇന്നുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമുക്കൊരു ഡോറിൻ്റെ സഹായമുണ്ട്. അപ്പോൾ ആ ഡോറിൻ്റെ സഹായത്തിലൂടെ നമ്മൾ രണ്ട് കൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ക്രമീകരിക്കുക. ചെറിയ ഡോർവേ ആയിരിക്കണം, വലിയ ഡോറിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ചെറിയൊരു ഡോറിൻ്റെ അവിടെ നിൽക്കുക, എന്നിട്ട് രണ്ട് കൈയും രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ക്രമീകരിക്കുക. പാരലായിട്ട് ആ ഒരു ഡോർവേയുടെ പാരലായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ക്രമീകരിക്കുക. അതിനുശേഷം ഒരു കാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് വയ്ക്കുക. ഫ്രണ്ടിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുഷ് ചെയ്താൽ മതി. അങ്ങനെ പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്ട്രെച്ച് നമ്മുടെ ഈ പറയുന്ന ചെസ്റ്റ് മസിൽസിലോട്ട് വരുന്നതാണ്. ചെസ്റ്റ് നല്ല രീതിയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ രണ്ടാമത് നമ്മുടെ ഈ പെക്ടറാലിസ് മേജറിലോട്ട് മൈൻഡിലോട്ട് ആക്ടിവേഷൻ പോകുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഏതൊരു കാല് ഫ്രണ്ടിൽ വെച്ചിട്ട് നല്ലപോലെ പുഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ള ഡെമോ വീഡിയോയും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് ഡെഫിനറ്റായിട്ട് ചെയ്യുക.
അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ഷോൾഡർ സ്ട്രെച്ച് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് എക്യുപ്മെന്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ 2 ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഇതുണ്ടോ ഇങ്ങനെ പിടിക്കുക. എൻ്റെ വീഡിയോ നമ്മൾ കാണിച്ച് തരുന്നുണ്ട്, സൈഡിലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഡെമോ വീഡിയോ. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ 2 സൈഡും പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് പിടിച്ചിട്ട് വേണം പിടിക്കാൻ വേണ്ടി. അങ്ങനെ പിടിക്കാൻ നേരത്തെ നമ്മുടെ ഈ പറയുന്ന തമ്പുണ്ടല്ലോ, തമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോറിലോട്ട് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ നേരത്തെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മൂവ്മെന്റ്, നമ്മുടെ ഷോൾഡറിന്റെ മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഷോൾഡറിന് മര്യാദയ്ക്ക് മൂവ്മെന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം കൂടുതലും റൗണ്ടർ ആയിട്ടുള്ള ഷോൾഡർ ഉള്ളവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് റേഞ്ച് ഓഫ് മോഷനിൽ മൂവ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് മാക്സിമം ആയിട്ട് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് എന്തോരം മൂവ് ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം നിങ്ങൾ മൂവ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ചെസ്റ്റിലോട്ട്, ആദ്യം നമ്മൾ ചെയ്ത് നമ്മുടെ ഈ പറയുന്ന ഷോൾഡറിലോട്ടായിരുന്നു. രണ്ടാമത് നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റിലോട്ട് കുറച്ചൊക്കെ ആക്ടിവേഷൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന അത്ര തന്നെ മൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഹിഞ്ച് ചെയ്തുകൊണ്ടിരുന്നായിരിക്കും ഇത് ചെയ്യുന്നത്. നമ്മുടെ ഈ പറയുന്ന ബാക്ക് ബോണും അതുപോലെ തന്നെ നെക്ക് എല്ലാം ഇൻലൈനിലായിരിക്കണം, ബാക്ക് എല്ലാം സ്ട്രെയിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലെഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഒരു വർക്കൗട്ട്. ഈ ഒരു വർക്കൗട്ട് ഒന്നും മാത്രമല്ല, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ സ്ട്രെച്ച് വർക്കൗട്ടുകളും നമ്മൾ അങ്ങനെ നിന്നുണ്ട് ബാക്ക് എല്ലാം സ്ട്രെയിറ്റ് ആയി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാപ്പുലാർ വാൾ സ്ലൈഡ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്കാപ്പുലാർ വാൾ സ്ലൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാപ്പുലയുടെ മൂവ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്, സ്കാപ്പുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ബ്ലേഡ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഷോൾഡർ ബ്ലേഡ്സിന് കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ ഈ പറയുന്ന നെക്ക് മസിൽസിനെയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭിത്തിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഭിത്തിയിൽ നമ്മൾ ചാരി നിന്നുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഭിത്തിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ അപ്പർ ബാക്കിൽ ഭിത്തിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ ഗ്ലൂട്ട്സും ഭിത്തിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ 3 പാർട്ട് മാത്രം ഭിത്തിയിൽ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാണ് നമ്മൾ ഈ പറയുന്ന വർക്കൗട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭിത്തിയിൽ നിന്ന് അകന്നായിരിക്കണം, എവേ ആയിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഒരുപാട് എവയിൽ നമ്മൾ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഡെമോ വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൽബോസ് ഉണ്ടല്ലോ, എൽബോസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഫ്ലോറുമായിട്ട് 90 ഡിഗ്രി വരുന്ന രീതിയിൽ ആദ്യം സ്റ്റാർട്ടിംഗ് പൊസിഷൻ സെറ്റ് ചെയ്യുക. സ്റ്റാർട്ടിംഗ് പൊസിഷൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കൈ പതുക്കെ മേലോട്ട്, നമ്മുടെ ഷോൾഡർ പ്രസ് ഒക്കെ ചെയ്യുന്നവർക്ക് പതുക്കെ കൈ മേലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക. മേലോട്ട് മൂവ് ചെയ്തിട്ട് മേളിൽ കൊണ്ടുപോയി പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 to 12 റെപ്പറ്റീഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും 2 സെറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ പറഞ്ഞ വർക്കൗട്ടിലെല്ലാം 2 സെറ്റ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഡെയിലി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്ന 1 to 2 പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യുക അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 1 to 2 സെറ്റ് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മൾ ഭിത്തിയിൽ ചാരി ചെയ്യുന്നതുകൊണ്ട് ബാക്ക് എല്ലാം സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ആക്ടിവേഷൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ വർക്കൗട്ട് വീഡിയോ. അപ്പോൾ ഇത്ര വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ലെവറ്റാർ, ഈ പറയുന്ന സ്കാപ്പുലയിലോട്ടുള്ള ആ ഒരു മസിൽസിലോട്ടുള്ള ആ ഒരു എന്താ പറയുക ടൈറ്റ്നസും, അതുപോലെ നമ്മുടെ ഈ പറയുന്ന പെക്ടറാലിസ് മേജർ, പെക്ടറാലിസ് മൈനറിലോട്ടുള്ള ആ ഒരു ടൈറ്റ്നസ് എല്ലാം നമുക്ക് കുറഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന റൗണ്ടർ ഷോൾഡർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർക്കൗട്ടുകളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനും ഒക്കെ പോലെ തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു വർക്കൗട്ട് ചെയ്യരുത്. ഈ ഒരു വർക്കൗട്ട് മാത്രമല്ല, നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ റൗണ്ടർ ഷോൾഡറിന് എന്തൊരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അവിടെ നിന്ന് പെയിൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡോക്ടറിനെ സമീപിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതാണ്. അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പെയിൻ തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ പെയിൻ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കുക. അതുപോലെ തന്നെ റേഞ്ച് ഓഫ് മോഷൻ, ഞാൻ ഒരു വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് റേഞ്ച് ഓഫ് മോഷനെ പറ്റി പറയാമായിരുന്നു. ഒരുപാട് റേഞ്ച് ഓഫ് മോഷൻ കൊണ്ടുവരേണ്ട, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യത പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് കുറച്ച് റേഞ്ച് ഓഫ് മോഷനിൽ മാത്രം ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്തരം മറുപടികൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ട് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.